തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ സാധ്യതകളെ കുറിച്ചാണ് ചോദിക്കാൻ. ചേച്ചി, കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ തവണത്തേനേക്കാളും കുറച്ചുകൂടി കുറയുകയാണ് ചെയ്തത് നമുക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ. ഇപ്രാവശ്യം എന്താണ് സാധ്യത? കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞതല്ല, നമുക്ക് 35 സീറ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവര് പല സ്വതന്ത്രന്മാരെയും അവര് കൂടെ കൂട്ടിയിട്ട് അവർ 53 സീറ്റ് ആക്കി വെച്ചു. ഭൂരിപക്ഷത്തിനേക്കാളും 2 സീറ്റ് കൂടുതലാക്കിയിട്ട് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ഭരണം വിട്ടു. ഇപ്രാവശ്യം സ്ഥിതി മാറിയിട്ടുണ്ട്. പദ്ധതികൾ പലതും, കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ പലതും ഇവിടെ വകമാറ്റി ചെലവഴിക്ക്, ചിലതൊന്നും പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പ്രധാന പ്രതിപക്ഷമായ ഞാൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പി കൗൺസിലർമാർക്ക് സാധിച്ചിട്ടുണ്ട്. തൊഴിലന്വേഷകരായിട്ട് നിരവധി ആൾക്കാര് തൊഴിലില്ലാതെ നടക്കുമ്പോ അവിടെ അനധികൃതമായിട്ട് 4 തവണയാണ് 280ഓളം പേരെ വെച്ച് അവർ അനധികൃതമായി നിയമനം നടത്തിയിട്ടുള്ളത്. അത് ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോ യുവാക്കന്മാരുടെ ഇടയിൽ അവർക്കെതിരെ ഒരു വികാരം രൂപപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ എന്തൊക്കെയാണോ അവര് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത്, അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനും സഭയ്ക്കുള്ളിൽ തന്നെ നിരാഹാരം ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടത്താനും പ്രതിപക്ഷമായിട്ടുള്ള ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു യുവതിയെ മേയറായിട്ട് കൊണ്ടുവന്നിട്ട് അവര് ഒരു നവോത്ഥാനം നടപ്പിലാക്കാനെന്ന പേരിൽ 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മേയറാക്കിക്കൊണ്ട് വരികയും തുടക്കത്തില് അവർക്കുണ്ടായിരുന്ന പേര് കളങ്കപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല ഉൾപ്പെടെ ഉള്ള അഴിമതിയിൽ നിന്ന് തുടക്കമിട്ടുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം അഴിമതിക്ക് കൂട്ടുനിന്നത് ഒരു മേയറാണ് ആ 21 വയസ്സ് അന്നുണ്ടായിരുന്ന വ്യക്തി. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ അർപ്പിച്ച് ജനങ്ങളിലേക്ക് ഒരു പ്രതീക്ഷ കൊടുത്തു കൊണ്ടുവന്ന മേയറിൽ നിന്നുണ്ടായിട്ടുള്ള പല പെരുമാറ്റ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു വല്ലാത്തൊരു പ്രതികാരം രൂപപ്പെട്ടിട്ടുണ്ട്. ആ പ്രതികാര നടപടികൾ ജനങ്ങൾ വോട്ടായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകി 51-ലധികം സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിച്ചുകൊണ്ട് ഈ തവണ നഗരസഭ ഭരണ സംവിധാനം ബി.ജെ.പിക്ക് നൽകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതിനനുസരിച്ച് പാർട്ടി പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് എല്ലാ വാർഡുകളിലും 101 വാർഡുകളിലും പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ഡീലിമിറ്റേഷന്റെ പേരിൽ അവർക്ക് യാതൊരു വിധത്തിലും ഭരണ സംവിധാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തില് ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നുകൊണ്ട് പല വാർഡുകളും ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന പല ബൂത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മാറ്റി ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതും ജനങ്ങളുടെ ഇടയിൽ അവർക്കെതിരെ തന്നെയുള്ള വികാരമായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരം നഗരസഭ ഞങ്ങള് ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേഷൻ ഭൂരിപക്ഷത്തിന് 52 സീറ്റാണ് വേണ്ടത്. അത് നിഷ്പ്രയാസം ബി.ജെ.പി കയ്യെത്തും ദൂരത്താണ്. ബി.ജെ.പി അത് നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും നന്മ നേരുന്നു, വിജയിക്കാൻ കഴിയട്ടെ. അതുവഴി കേരളത്തിന് ഒരു പുതിയ ദിശാമാറ്റത്തിനുള്ള തുടക്കം കുറിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.